എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു ഡേ 24 ഓഫ് അവർ ജേർണി. ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വചനങ്ങൾ നമുക്ക് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം. ദ ഹീലിംഗ് ഓഫ് ബ്ലൈൻഡ് ബർത്തിമേയുസ്. ഒരു കൊച്ചു ചിന്തയിൽ നിന്ന് തുടങ്ങാം. ഒരിക്കൽ ഒരു ഇരുട്ടറയിൽ കഴിഞ്ഞിരുന്ന ഒരാളോട് സുഹൃത്ത് ചോദിച്ചു, നിനക്ക് പുറത്തെ വെളിച്ചം കാണണ്ടേ? അയാൾ പറഞ്ഞു, എനിക്ക് പേടിയാണ്. കാരണം ഇരുട്ടിൽ എനിക്കെല്ലാം അറിയാം. വെളിച്ചത്തിൽ ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ്. നമ്മുടെ പഴയ ശീലങ്ങളും സങ്കടങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ കാഴ്ച ലഭിക്കണമെങ്കിൽ ആ പഴയ പുതപ്പ് ദൂരെ എറിഞ്ഞെഴുന്നേൽക്കാൻ നാം തയ്യാറാകണം. To see the light, you must be willing to leave your comfort in the dark. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഇന്ന് ഒരു പ്രധാന കാര്യം പഠിക്കാം. ഒന്നാമത്തെ കാര്യം, തടസ്സങ്ങളെ അതിജീവിച്ച് വിളിക്കാം. ക്രൈ ഔട്ട് എബൌവ് ദ നോയ്സ്. ബർത്തിമേയുസ് എന്ന അന്ധനായ മനുഷ്യൻ യേശു വരുന്നുണ്ടെന്നറിഞ്ഞപ്പം ഉറക്കെ വിളിച്ചു. മറ്റുള്ളവർ അവനെ നിശബ്ദനായിരിക്കാൻ ശ്രമിച്ചു. ദ ക്രൗഡ് ടോൾഡ് ഹിം ടു ബി ക്വയറ്റ്. പക്ഷേ തടസ്സങ്ങൾ കൂടുന്തോറും അവൻ കൂടുതൽ ഉറക്കെ വിളിച്ചു. യേശു അവനെ വിളിച്ചപ്പം അവൻ തൻ്റെ പുതപ്പ് എറിഞ്ഞു കളഞ്ഞ് അവിടുത്തെ അടുത്തേക്ക് ഓടി. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പല തടസ്സങ്ങൾ വരാം. മടി, തിരക്ക്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കില്ല എന്ന തോന്നൽ. ബർത്തിമേയുസിനെ പോലെ ആ ശബ്ദങ്ങളെ അവഗണിക്കാം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ആ പഴയ പുതപ്പ്, നമ്മെ തളച്ചിടുന്ന ഭയം അല്ലെങ്കിൽ മടി ദൂരെ എറിഞ്ഞ് യേശുവിനോട് ഉറക്കെ സംസാരിക്കാം. കർത്താവേ, എനിക്ക് കാഴ്ച നൽകണമേ എന്ന് നമുക്കും ചോദിക്കാം. ഡോണ്ട് ലെറ്റ് ദ നോയ്സ് ഓഫ് ദ വേൾഡ് stop your prayer. Throw away your excuse and run to Jesus. തടസ്സങ്ങളെ മാറ്റിവെച്ച് വിശ്വാസത്തോടെ വിളിക്കാം. Persistent in faith brings vision. ഈ Lent 50 the journey നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.